നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞ കാര്യങ്ങളാണ്. ഫെബ്രുവരി 25 മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് രാജയോഗമാണ് ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. ഇവർക്ക് ഞെട്ടിക്കുന്ന ഭാഗ്യങ്ങൾ ജീവിതത്തിൽ തേടി വരുവാനുള്ള ഭാഗ്യയോഗങ്ങളാൽ അതിസമ്പന്നമായൊരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. ഈ സമയം ധാരാളം മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നൊരു കാലഘട്ടമാണ് ഈ നക്ഷത്ര ജാതകർ. സ്വപ്നതുല്യമായ നേട്ടങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളും ഐശ്വര്യങ്ങളും കുടുംബൈശ്വര്യങ്ങളൊക്കെ വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ്. ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. കുടുംബസമേതം ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ മികച്ച സമയത്തെ വേണ്ടവിധം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി മാറ്റങ്ങളും ഒട്ടനവധി നേട്ടങ്ങളും നിങ്ങൾക്ക് ഈ ഫെബ്രുവരി 25 കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. എന്ത് തന്നെയും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുക. ഉറപ്പായും ഈ പൂജ കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം നിറവേറിക്കിട്ടതായിരിക്കും. 2025 ഫെബ്രുവരി 25 മുതൽ രാജയോഗത്താൽ അതിസമ്പന്നമായ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ രോഹിണി നക്ഷത്രക്കാരാണ്. രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പുതിയ തുടക്കം ഉണ്ടാകുന്ന സമയമാണ്. സാമ്പത്തികപരമായിട്ടുള്ള വലിയ ഉയർച്ചയിലേക്കാണ് ഇവരുടെ ജീവിതം എത്തിച്ചേരുന്നത്. നിങ്ങൾ ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ മനസ്സിൽ ആഗ്രഹമുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ പൂർണ്ണമായിട്ടുമുള്ള തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് ഗൃഹനിർമ്മാണം തുടങ്ങുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞു കിട്ടുന്നൊരു സമയമാണ്. ഉറപ്പായും നല്ലൊരു ജ്യോതിഷനെ കണ്ട് സമയമൊക്കെ എടുത്തിട്ട് നിങ്ങളുടെ ഗൃഹനിർമ്മാണം പൂർത്തീകരണം അല്ലെങ്കിൽ ഗൃഹനിർമ്മാണത്തിനുള്ള കാര്യങ്ങൾ തുടങ്ങാവുന്നതാണ്. കാരണം മികച്ചൊരു സമയത്തിലൂടെയാണ് രോഹിണി നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയുന്നതായിരിക്കും. നിങ്ങളുടെ സ്വപ്ന ഭവനം നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ തുടങ്ങി വെക്കുവാനും കഴിയുന്നൊരു സമയമൊക്കെയാണ്. വേണ്ടവിധം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഈ ഒരു സമയത്തെ. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. പുണർതം നക്ഷത്ര ജാതകർക്കും സ്വപ്നതുല്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും നല്ല ജോലികൾ ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് സർക്കാർ സർവീസുകളിൽ ജോലി ലഭിക്കുവാൻ വളരെയധികം സാധ്യതകളുള്ളൊരു സമയമാണ്. നിങ്ങൾക്ക് രാജയോഗത്താൽ അതിസമ്പന്നമായൊരു സമയത്തിലൂടെയാണ് പുണർതം നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. ജ്യോതിശാസ്ത്രപ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സമയദോഷങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും. വ്യാപാര രംഗത്തും ബിസിനസ്സിലും നല്ല വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ സമൂഹത്തിൽ നിങ്ങളുടെ പ്രശസ്തിയൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. നിങ്ങളെ കളിയാക്കിയവരെയും പുച്ഛിച്ചവരുടെയും മുമ്പിൽ നിങ്ങൾക്ക് തല ഉയർത്തി ജീവിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ദൈവം കൊണ്ടുവരുന്ന സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. ഉറപ്പായും ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് ഈശ്വര കാര്യങ്ങൾക്ക് വളരെയധികം മുൻഗണന കൊടുത്തൊക്കെ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് വലിയ മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. സമാധാനം നിറഞ്ഞ കുടുംബാന്തരീക്ഷങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറും. ഭാര്യ ഭർത്താക്കന്മാരായിട്ട് പിണങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ പിണക്കങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് ഒന്നിച്ച് മുമ്പോട്ട് പോകുവാനുള്ള സാഹചര്യങ്ങൾ ഈശ്വരൻ ഒരുക്കി തരുന്നതായിരിക്കും. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. പൂയം നക്ഷത്ര ജാതകർക്ക് കീർത്തി വർദ്ധിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സമയദോഷങ്ങളെല്ലാം പൂർണ്ണമായും അസ്തമിച്ച് ഇനി അങ്ങോട്ട് ഉയർച്ചയുടെ സമയമാണ്. 2025 ഫെബ്രുവരി 25 കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി ജീവിതത്തിൽ ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള യാത്രകൾ അനിവാര്യമായിട്ടുള്ളൊരു സമയമാണ്. അത് വിദേശത്തേക്കാകാം. വിദേശത്ത് പോയി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഈശ്വരനെ മുൻനിർത്തി നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. ഉറപ്പായും ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ ആരെയും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ജീവിത ഉയർച്ചകളാണ് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുവാൻ പോകുന്നത്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. രാജയോഗത്താൽ അതിസമ്പന്നമായിട്ടുള്ളൊരു സമയമാണ് ആയില്യം നക്ഷത്ര ജാതകർക്ക്. ഈ നക്ഷത്ര ജാതകർ
സർപ്പക്കാവുകളിൽ പോയി നൂറും പാലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും മാറി നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളുടെ ശത്രുവിന് മേൽ നിങ്ങൾക്ക് വിജയങ്ങൾ കൈവരിക്കുവാൻ കഴിയും. കുടുംബൈശ്വര്യം വർദ്ധിക്കുന്നതാണ്. സന്താനലബ്ധി ഉണ്ടാകുന്ന സമയമാണ്. മനസ്സിലെ വേദനകളും സങ്കടങ്ങളും അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നതാണ്. പൂർണ്ണമായും വിജയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത്. കടബാധ്യത പൂർണ്ണമായും അകറ്റുവാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞു വരുന്നതായിരിക്കും. ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്നുള്ളൊരു സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ തെളിഞ്ഞു കിട്ടുന്ന സമയമാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. വിശാഖം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ രാജരാജയോഗത്താൽ അതിസമ്പന്നമായ ഒരു സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം പൂർത്തീകരിക്കുവാൻ കഴിയുന്ന സമയമാണ്. നല്ല വസ്തു മേടിക്കുവാൻ ആഗ്രഹങ്ങളുള്ള വ്യക്തികളാണെങ്കിൽ വസ്തുയോഗമുള്ളൊരു സമയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ തടസ്സങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളെല്ലാം മാറുന്നൊരു സമയമാണ്. മനസ്സിന് ധൈര്യമൊക്കെ കിട്ടും. നിങ്ങൾക്ക് സമ്പത്തിന് യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളില്ല. ഒന്നിൽ കൂടുതൽ വരുമാന സ്രോതസ്സുകൾ വർദ്ധിച്ചു കിട്ടുന്ന സമയമാണ്. സ്വർണം മേടിക്കുന്നൊരു സമയമാണ്. ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ നിലനിൽക്കുന്നൊരു സമയമൊക്കെയാണ് നിങ്ങൾക്ക്. അടുത്ത് അനിഴം നക്ഷത്ര ജാതകരാണ്. അനിഴം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങളും ഐശ്വര്യങ്ങളുമാണ് നിങ്ങൾക്ക് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം പൂർണ്ണമായും അകന്ന് ഇനി അങ്ങോട്ട് ഉയർച്ചയുടെ ഒരു സമയമാണ്. അത് വ്യാപാരത്തിലായിക്കൊള്ളട്ടെ വ്യവസായത്തിലായിക്കൊള്ളട്ടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഭാഗ്യയോഗങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ സകലവിധമായ പ്രയാസങ്ങളും അകന്ന് ജീവിതത്തിൽ ഒത്തിരി വിജയങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അടുത്ത തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും അകന്നുള്ള സമയമാണ്. നിങ്ങൾക്ക് ധാരാളം സൗഭാഗ്യവും ജീവിതത്തിൽ ഉയർച്ചയും ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗ്രഹനിർമ്മാണങ്ങൾ തുടങ്ങി വെക്കുവാനും തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനും കഴിയുന്നൊരു സമയമാണ്. സമ്പത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറുന്നതായിരിക്കും. മക്കൾക്ക് നല്ല തൊഴിലവസരങ്ങൾ കിട്ടുന്നതായിരിക്കും. മക്കളുടെ വിവാഹം നടക്കുന്നതായിരിക്കും. എന്തു തന്നെയായാലും സമസ്ത മേഖലകളിലും നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പൂർണ്ണതും ഈശ്വരനിൽ സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളും കൊണ്ടുവരുവാൻ തയ്യാറെടുക്കുന്നൊരു സമയമാണ്. അത് വേണ്ട വിധം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അതുപോലെ അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്കും രാജയോഗത്താൽ അതിസമ്പന്നമായ സമയമാണ്. നിങ്ങൾക്ക് അങ്ങോട്ടുള്ള സമയങ്ങൾ ജീവിതത്തിൽ രാജാവിന് തുല്യമായി വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് തെളിയുന്നത്. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള ജീവിതത്തിൽ ഉയർച്ചയൊക്കെ വന്നു ചേരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോട് പ്രവർത്തിക്കുക. കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. അവിട്ടം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും അകന്ന് ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഉയർച്ചകൾ ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളുടെ പൂർണ്ണ ദുഃഖങ്ങളും അകലുന്ന സമയമാണ്. എല്ലാ ദോഷങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള ഉയർച്ചകൾ നിങ്ങൾക്കുണ്ടാകും. ജീവിതത്തിലെ സകലവിധമായ പ്രയാസങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള സന്തോഷം നിങ്ങൾക്ക് ജീവിതത്തിൽ നിലനിൽക്കുന്ന സമയമൊക്കെയാണ്. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. ചതയം നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. 2025 ഫെബ്രുവരി 25 കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആരെയും അമ്പരിപ്പിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ചകളും ഉന്നതികളുമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒരു രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നിങ്ങളെ അലട്ടുകയില്ല. എല്ലാവിധമായ മേഖലകളിലും ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും. ഉറപ്പായും ജ്യോതിശാസ്ത്രപ്രകാരം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഉറപ്പായും ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്ന് സമ്പൽ സമൃദ്ധമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തുയർത്തുവാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും.